നിങ്ങൾക്കെപ്പോഴെങ്കിലും വഴിതെറ്റിപ്പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? സ്വന്തം തലയ്ക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളുടെ ഒരു കടലിൽ ഒറ്റപ്പെട്ടതുപോലെ? എങ്കിൽ ഈ വിശദീകരണത്തിൽ വളരെ ലളിതമായൊരു രൂപരേഖ നമ്മൾ കാണാൻ പോകുന്നു. വെറും 7 ശീലങ്ങൾ. അത് നിങ്ങളെ ആ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിൽ നിന്ന് യഥാർത്ഥ ശക്തിയും വ്യക്തതയുമുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോകും. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ആ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. കാരണം അത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് എനിക്കുറപ്പാണ്. നിങ്ങളുടെ മനസ്സ് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല അല്ലേ? ചിന്തകളുടെയും ആശങ്കകളുടെയും ചെയ്യേണ്ട കാര്യങ്ങളുടെയും ഒരു കൊടുങ്കാറ്റായിരിക്കും. പക്ഷെ ശരിയായൊരു ദിശാബോധമുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നും, പക്ഷേ ഒന്നും ചെയ്തു തീർക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ശൂന്യത അനുഭവപ്പെടും. കൊള്ളാം. ഈ ചിത്രം ഇത് കൃത്യമായ അവസ്ഥയെ കാണിക്കുന്നു അല്ലേ? ശരിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുക. തലക്കുള്ളിൽ കെട്ടുപിണഞ്ഞ ഒരു വലിയ നൂൽപ്പന്ത് പോലെ. അതിന്റെ ഭാരം മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ ആ കെട്ടഴിച്ചു തുടങ്ങാൻ ഒരൊറ്റ നൂലിഴ പോലും കണ്ടെത്താൻ കഴിയില്ല. ഇത് പൂർണ്ണമായും ഒരു മാനസികമായ ഭാരമാണ്. ആ ഉള്ളിലെ ആശയക്കുഴപ്പം അധിക നേരം ഉള്ളിൽ നിൽക്കില്ല. അത് പുറത്തേക്ക് വന്ന് ഇതുപോലൊരു നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കും. ചെറുതും വലുതുമായ ഓരോ ചെറിയ തീരുമാനവും പെട്ടെന്ന് വളരെ വലുതായി തോന്നും. ഞാൻ ഏതു വഴിക്കു പോകണം, അടുത്തത് എന്തു ചെയ്യണം? അവസാനം നിങ്ങളിവിടെ ഈ വഴിത്തിരിവിൽ ഒരടി മുന്നോട്ട് വയ്ക്കാനാവാതെ കുടുങ്ങിപ്പോവും. കാരണം ഒരു തീരുമാനമെടുക്കുന്നത് പോലും താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് തോന്നും. അപ്പോൾ ഈ വലയത്തിൽ നിന്നെങ്ങനെ പുറത്തുവരാം? നോക്കൂ, ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കുള്ള വഴി തുടങ്ങുന്നത് വലിയൊരു കുതിച്ചുചാട്ടത്തിലൂടെയല്ല. അത് ഒരൊറ്റ അടിസ്ഥാനപരമായ ചുവടുവയ്പ്പിലൂടെയാണ് തുടങ്ങുന്നത്. ഈ ആദ്യത്തെ ശീലം നിങ്ങളുടെ ജീവിതത്തിന് ലളിതമായൊരു താളം നൽകുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒന്ന്. നിങ്ങൾക്കറിയാമോ, ജീവിതം കുഴിഞ്ഞുമറിയുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മളിൽ പലർക്കും അത് നമ്മുടെ ഉറക്കമാണ്. നിങ്ങൾ ഒരുപാട് വൈകിക്കിടക്കുന്നു, ക്ഷീണിച്ചെഴുന്നേൽക്കുന്നു. ദിവസം തുടങ്ങുന്നത് തന്നെ നിങ്ങളൊരു മത്സരത്തിൽ പിന്നിലായിപ്പോയി എന്ന തോന്നലോടെയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു നങ്കൂരമില്ലാത്തതുപോലെ. അപ്പോൾ ഇതാണിതിനൊരു പരിഹാരം. ശീലം നമ്പർ 1: ഒരേ സമയം ഉണരുക, എല്ലാ ദിവസവും. ഇനി നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉണരുന്ന യഥാർത്ഥ സമയം അത്ര പ്രധാനമല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ സ്വയം നിർബന്ധിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്. ഇവിടത്തെ പ്രധാന വാക്ക് സ്ഥിരതയെന്നതാണ്. ഈ ഒരു ലളിതമായ കാര്യം നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ ക്രമീകരിക്കുകയും തലച്ചോറിനോട് ഇങ്ങനെ പറയുകയും ചെയ്യും: ഹേയ്, നമുക്കിവിടെ ഒരു താളമുണ്ട്, ഒരു ചിട്ടയുണ്ട്. ആ സ്ഥിരതയാണോ? അതാണ് മറ്റെല്ലാത്തിനും അടിത്തറ. ശരി, ആ അടിത്തറ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിനു മുകളിൽ പടുത്തുയർത്താൻ തുടങ്ങാം. അടുത്ത 2 ശീലങ്ങൾ നിങ്ങളുടെ ദിവസത്തിലെ ആദ്യത്തെ മണിക്കൂറിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ ഒരു വിജയത്തിനായി നിങ്ങളെ സജ്ജമാക്കുന്നു. അതാണ് ശീലം നമ്പർ 2: നിങ്ങളുടെ കിടക്ക വിരിക്കുക. എനിക്കറിയാം, ഇത് വളരെ നിസ്സാരമായി തോന്നുന്നുണ്ടാകുമല്ലേ? എന്നാൽ ഇവിടത്തെ മാനസികാവസ്ഥകൾ നോക്കൂ. ഒരു വശത്ത് അച്ചടക്കം, നിയന്ത്രണം. മറുവശത്ത് കുഴപ്പങ്ങളും കാര്യങ്ങൾ നീട്ടിവെക്കലും. കിടക്ക വിരിക്കുന്നത് നിങ്ങളുടെ അന്നത്തെ ദിവസം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ജോലിയാണ്. അത് നിങ്ങളുടെ തലച്ചോറിനോട് ഹേയ്, ഇവിടെ കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നൊരു ചെറിയ വിജയമാണ്. ശരി, ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ശീലത്തെക്കുറിച്ച്. ശീലം നമ്പർ 6: രാവിലെ ഫോൺ ഉപയോഗം കുറയ്ക്കുക. ഇവിടുത്തെ വ്യത്യാസം നോക്കൂ. ഇടതുവശത്ത് ലോകത്തിലെ എല്ലാ അറിയിപ്പുകളും അഭിപ്രായങ്ങളും നാടകങ്ങളും കൊണ്ട് ഉടൻ തന്നെ നിറയുന്നൊരു തലച്ചോറ്. വലതുവശത്തോ ശാന്തവും ഏകാഗ്രവും വർത്തമാനകാലത്തിൽ ശ്രദ്ധിക്കുന്നതുമായ ഒരു മനസ്സ്. സത്യം പറഞ്ഞാൽ ദിവസത്തിലെ ബാക്കി സമയത്തേക്ക് ഇതിൽ ഏത് തലച്ചോറ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ പിന്നെന്തു ചെയ്യും? അത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ആദ്യത്തെ 30 മിനിറ്റ് ഇത് ചെയ്യുക. കുറച്ച് വെള്ളം കുടിക്കുക, മുഖം കഴുകുക, ശരീരം ചെറുതായി അനക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. നിങ്ങൾ ലോകത്തെ അവഗണിക്കുകയല്ല, മറിച്ച് ലോകത്തെ അകത്തേക്ക് കടത്തിവിടാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് നിങ്ങളൊരു മാനസിക കവചം തീർക്കുകയാണ്. ശരി, നമ്മുടെ പുറം ലോകത്ത് കുറച്ച് ചിട്ട കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ ഉള്ളിലെ ആ കെട്ടുപിണഞ്ഞ ചിന്തകളുടെ കാര്യമോ? ഇനി ഉള്ളിലേക്ക് തിരിഞ്ഞ് അതിനെ നേരിടാനുള്ള സമയമാണ്. അതിനായി നമ്മുടെ കയ്യിൽ വളരെ വളരെ ശക്തമായ ഒരു ഉപകരണമുണ്ട്. ഇതാണ് ശീലം നമ്പർ 4. സത്യം പറഞ്ഞാൽ ഇത് കാര്യങ്ങൾ മാറ്റിമറിക്കും. അത് എഴുതി വെക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു പേനയെടുക്കുക. എന്നിട്ട് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ആശങ്കകൾ, ലക്ഷ്യങ്ങൾ, നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ. അത് മനോഹരമാകണമെന്നില്ല. തലയിൽ നിന്ന് അതെല്ലാം കടലാസിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഈ ഉദ്ധരണി ഇതെല്ലാം പറയുന്നു അല്ലേ? എഴുതുന്നതിലൂടെ നിങ്ങളുടെ തലയിലെ ആ ആശയക്കുഴപ്പം നിറഞ്ഞ ഭാരമേറിയ കാര്യങ്ങളെ നിങ്ങൾ യഥാർത്ഥമായ, നിങ്ങൾക്ക് ശരിക്കും നോക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് പ്രശ്നം കാണാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്കത് പരിഹരിക്കാൻ തുടങ്ങാൻ കഴിയുക. അപ്പോൾ നമ്മുടെ മനസ്സ് തെളിഞ്ഞു തുടങ്ങുന്നു. ഇനി ആ അച്ചടക്കമെന്ന മസിൽ ബലപ്പെടുത്താനുള്ള സമയമാണ്. കാരണം നമുക്ക് സത്യസന്ധമായിരിക്കാം, യഥാർത്ഥ ആത്മവിശ്വാസം വരുന്നത് പ്രചോദനം തോന്നുമ്പോൾ മാത്രമല്ല. അത് വരുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ
പ്രത്യേകിച്ച് അത് പ്രയാസമുള്ളപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ സ്വയം തെളിയിക്കുന്നതിൽ നിന്നാണ്. അത് നമ്മളെ അവസാനത്തെ ശീലത്തിലേക്ക്, അതായത് 7ാമത്തെ ശീലത്തിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ ഇടം വൃത്തിയായി സൂക്ഷിക്കുക. ഒരു നിമിഷം ഈ 2 ചിത്രങ്ങളിലേക്ക് നോക്കൂ. എവിടെയിരുന്ന് ജോലി ചെയ്യാനാണ്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഭൗതിക ലോകം പലപ്പോഴും നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ ഒരു കണ്ണാടിയാണ്. അലങ്കോലപ്പെട്ട ഒരു മേശ പലപ്പോഴും അലങ്കോലപ്പെട്ട മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇടം നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾ ശാന്തതയുടെയും ചിട്ടയുടെയും ശക്തമായൊരു സന്ദേശം നിങ്ങളുടെ തലച്ചോറിലേക്ക് തിരികെ നൽകുന്നു. പക്ഷേ ഒരു നിമിഷം, ആ ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് സംസാരിക്കാം. എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ, എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ശരിക്കും നല്ലത് തോന്നുന്നത്? നിങ്ങൾ പ്രയാസമുള്ള എന്തെങ്കിലും ചെയ്തതിനു ശേഷമാണ്. അവിടെയാണ് യഥാർത്ഥ ആത്മാഭിമാനമുണ്ടാകുന്നത്. അത് നമ്മളെ കൃത്യമായി 5ാമത്തെ ശീലത്തിലേക്ക് എത്തിക്കുന്നു. ഒരു പ്രയാസമുള്ള കാര്യം ചെയ്യുക എല്ലാ ദിവസവും. നോക്കൂ, ഇതിനർത്ഥം നിങ്ങളൊരു മല കയറണമെന്നല്ല. അത് ചെറിയ കാര്യങ്ങളാകാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് തീരെ താൽപ്പര്യമില്ലാത്തപ്പോൾ വ്യായാമം ചെയ്യുക, ഒരു ശല്യവുമില്ലാതെ 1 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ ആഴ്ചകളായി നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരുന്ന ആ ഒരു ജോലി ഒടുവിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് കാതലായ കാര്യം. ഓരോ തവണയും നിങ്ങൾ ആ പ്രയാസമുള്ള കാര്യം ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ആളാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാനാകുന്നതുപോലെ അത്തരം ഓരോ തിരഞ്ഞെടുപ്പും ഒരു പടി മുകളിലേക്കാണ്. അത് യഥാർത്ഥവും ഉറച്ചതുമായ ആത്മവിശ്വാസം അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കുന്നു. ശരി, നമുക്കൊരു നിമിഷം 3ാമത്തെ ശീലത്തിലേക്ക് തിരിച്ചുവരാം. പുറത്തു പോകുക. നിങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുന്ന ആ അവസ്ഥയറിയാമോ? നിങ്ങൾ ഒരേ മുറിയിൽ ചുറ്റി നടക്കുന്നു, ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് ഒരു മാറ്റത്തിനു വേണ്ടി, കുറച്ച് ചലനത്തിനും പ്രകൃതിയുടെ വെളിച്ചത്തിനും വേണ്ടി നിലവിളിക്കുകയാണ്. ഒരു ലളിതമായ 10 മിനിറ്റ് നടത്തം നിങ്ങളുടെ ഫോണില്ലാതെ ആ മോശം ചിന്താവലയം പൂർണ്ണമായും തകർക്കാൻ കഴിയും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് നോക്കാം. നമ്മുടെ 7 ശീലങ്ങളല്ലേ? ഒരേ സമയം ഉണരുക, കിടക്ക വിരിക്കുക, പുറത്തുപോകുക, ചിന്തകൾ എഴുതി വയ്ക്കുക, ഒരു പ്രയാസമുള്ള കാര്യം ചെയ്യുക, രാവിലെ ഫോൺ ഒഴിവാക്കുക, നിങ്ങളുടെ ഇടം വൃത്തിയായി സൂക്ഷിക്കുക. അതെ, ഓരോന്നായി നോക്കുമ്പോൾ ഇവ ചെറുതാണെന്ന് തോന്നാം. എന്നാൽ നിങ്ങളിവയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ദിവസത്തിനു ശേഷം ദിവസമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം അവസാന ഫലം എന്താണ്? നിങ്ങൾ ഈ ചെറിയ അച്ചടക്കങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമല്ല സ്ഥിരമായി ശീലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? ഈ ചെറിയ ചിട്ടകളെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുന്നത് നിങ്ങളെ എവിടെ എത്തിക്കും? അതെ, ഇതാണ് ഫലം. നിങ്ങൾ ഇടതുവശത്തുള്ള ഈ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായും വഴിമുട്ടി ആശയക്കുഴപ്പത്തിൽ ഏതു വഴിക്ക് തിരിയണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വലതുവശത്തുള്ള ലക്ഷ്യബോധത്തോടെയും വ്യക്തതയോടെയും മുന്നോട്ടു പോകുന്ന വ്യക്തിയായി മാറുന്നു. നിങ്ങൾ കുഴഞ്ഞുമറിഞ്ഞ ജീവിതത്തിലെ ഒരു യാത്രക്കാരനാകുന്നതിൽ നിന്നും മാറി നിങ്ങളുടെ സ്വന്തം ചിട്ടയുള്ള ജീവിതത്തിന്റെ ശില്പിയായി മാറുന്നു. ഞാൻ ഈ ഒരു അവസാനത്തെ ശക്തമായ ചിന്തയോടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും വൃത്തിയുള്ള ഒരു മുറിയെക്കുറിച്ചോ വിരിച്ച കിടക്കയെക്കുറിച്ചോ ആയിരുന്നില്ല. ഇത് അതിനേക്കാൾ വലിയൊരുന്നിനെക്കുറിച്ചാണ്. നിങ്ങളുടെ പുറം ലോകത്ത് നിങ്ങളൊരു ചിട്ടയുണ്ടാക്കുമ്പോൾ ആ ചിട്ടയും ശാന്തതയും നിങ്ങളുടെ ഉള്ളിലും അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ നേരിടാനുള്ള ശക്തിയും വ്യക്തതയും നിങ്ങൾ നേടിയെടുക്കുന്നു.